ചെർപ്പളശ്ശേരി നഗരത്തിൽ പുതിയ ട്രാഫിക് പരിഷ്കാരം വരുമെന്ന് നഗരസഭയുടെ പ്രഖ്യാപനത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ചെർപ്പളശ്ശേരിയിലെ വ്യാപാരികളും ഗ്രാമീണ മേഖലയിൽ നിന്നും നഗരത്തിലെത്തുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും. പഴയ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിന് വേണ്ടി അടച്ചപ്പോൾ തുടങ്ങിയതാണ് ചെർപ്പളശ്ശേരിയിൽ എത്തുന്നവരുടെ ദുരിതം. ആദ്യഘട്ടത്തിൽ ഒറ്റപ്പാലം, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത് യു ടേൺ ചെയ്ത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആളെ എടുത്തു പോവുക എന്ന രീതിയിലായിരുന്നു. പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഹൈസ്കൂൾ റോഡ് വഴിയും. ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ടൗണിൽ ഉണ്ടാക്കിയത്. പിന്നീട് പെരിന്തൽമണ്ണ, പാലക്കാട്, ഒറ്റപ്പാലം ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിലാക്കി. ഈ തീരുമാനം ടൗണിലെത്തുന്ന ആളുകളുടെ ദുരിതം ഇരട്ടിയാക്കുക മാത്രമല്ല, സാമ്പത്തിക നഷ്ടത്തിനും വഴിവെച്ചു. ചെർപ്പളശ്ശേരി ടൗൺ ആരംഭിക്കുന്ന ഭാഗമായ പുത്തനാൽക്കലിലാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും ടൗണിലെത്താൻ വേറെ ബസ്സോ സ്വകാര്യ വാഹനങ്ങളോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. വെള്ളിനേഴി, കരുമാനാംകുറിശി, കാറൽമണ്ണ, തൂത, തൃക്കടീരി, എലിയപ്പറ്റ ഭാഗങ്ങളിൽ നിന്നും ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, നഗരസഭ എന്നിവിടങ്ങളിൽ എത്താൻ വരെ പ്രയാസമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ അവസ്ഥയും പരിതാപകരം തന്നെ. കൂടാതെ ചെർപ്പളശ്ശേരി ടൗണിലെ വ്യാപാരികളുടെ അവസ്ഥയും വളരെ ദയനീയമായി മാറി. ടൗണിൽ ആളുകൾ എത്താൻ കഴിയാത്തതും ആവശ്യ സാധനങ്ങൾ വാങ്ങിയാൽ കൊണ്ടുപോവാൻ പുതിയ ബസ് സ്റ്റാൻഡ് വരെ ചുമക്കേണ്ടി വരുന്നതും ആവശ്യ സാധനങ്ങൾക്കായി ടൗണിൽ എത്തുന്നവരുടെ എണ്ണം കുറക്കുന്നു. പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരവും പുതിയ ട്രാഫിക് പരിഷ്കരണത്തിലൂടെ ഉണ്ടാവുക എന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും നഗരത്തിലെത്തുന്ന പൊതുജനങ്ങളും.